മനസ്സോളം വലുതാവാൻ മുതിർന്നവരെന്ന് കരുതുന്ന നമുക്ക് കഴിയാതെ പോകുന്നതാണ് നമ്മൾ മനുഷ്യരുടെ പരാജയം. നമുക്ക് ശരീരാവയവങ്ങൾക്ക് മാത്രമേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. ശത്രുതയും പകയും പിന്നെയും മനസ്സിൽ കള്ളിച്ചെടികൾ പോലെ വളരുകയാണ് എന്നുള്ളതാണ് സത്യം. മായ്ച്ചുകളയാൻ കഴിയുമായിരുന്ന പലതിനെയും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. മറന്നുകളയാൻ സാവകാശമുണ്ടായിരുന്ന മനുഷ്യരുടെ എത്ര പിഴവുകൾക്കാണ് നമ്മൾ പ്രതികാരം കൊണ്ട് പ്രതികരിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ നടത്തിയ സ്നേഹമസൃണമായ പെരുമാറ്റം നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ മറന്നുവെച്ചതിനെ വീണ്ടും പടച്ചതമ്പുരാൻ അവരിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു വീഡിയോ. നമ്മളും നിഷ്കളങ്കമായ ബാല്യത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് വീണ്ടും നമ്മെ ഒരിക്കൽ കൂടി പഠിപ്പിച്ചു തരുന്നൊരു വീഡിയോ. നമുക്കും കൂടപ്പിറപ്പുകൾക്കുമിടയിൽ പങ്കുവെക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും അറിയാമായിരുന്നു. പിന്നീടപ്പോഴാണ് നമ്മൾ വല്ലാതെ നമ്മിലേക്ക് ചുരുങ്ങിപ്പോയത്. നമ്മുടെ ദുർവാശി കാരണം നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലും നമ്മൾ അകറ്റി നിർത്താൻ തുടങ്ങിയത് എന്നു മുതലാണ്. അല്ലെങ്കിൽ നോക്കൂ, നമ്മൾ ഇത്തിരി മനസ്സ് വെച്ചാൽ നമുക്കിടയിൽ സ്നേഹം പിന്നെയും 1000 ആവർത്തി പങ്കുവെക്കപ്പെടുമായിരുന്നില്ലേ? നമ്മൾ വീണ്ടും പൂമരങ്ങളാകുമായിരുന്നില്ലേ? നമ്മുടെ കുടുംബ ബന്ധങ്ങളും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മിലേക്ക് പൂമ്പാറ്റകളെ പോലെ പറന്നെത്തുമായിരുന്നില്ലേ? എന്നിട്ടും എന്തേ നമുക്ക് കഴിയാതെ പോകുന്നത്? പക്വതയും പാകതയുമായെന്ന് അവകാശപ്പെടുമ്പോൾ പോലും കുട്ടുസായ മനസ്സുകൊണ്ട് മനുഷ്യരെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എത്ര മനസ്സുകൾക്കിടയിലാണ് വീണ്ടും മഞ്ഞുരുക്കമുണ്ടാകുന്നത്. ബാല്യത്തിൽ നമ്മൾ മറന്നുവെച്ച കൂടപ്പിറപ്പിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ വല്ലാത്തൊരനുഭവം വീണ്ടും പടച്ചതമ്പുരാൻ ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുന്നത് പോലെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹം നമ്മുടെ ഖൽബുകളിൽ നിറച്ചു തരട്ടെ.